ഹലോ. അപ്പോൾ ഞാൻ എന്തിനാ ഈ ഉള്ളിയും തക്കാളിയൊക്കെ അരിയണമെന്നല്ലേ കാണിച്ചത്. എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഐറ്റം വേറെ ഒന്നുമല്ല, നമ്മളെ പാർട്സാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാർട്സിലേക്ക് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ആ കുക്കറിലേക്ക് ഞാൻ എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് വേണ്ട പൊടികളെന്ന് വെച്ചാൽ ഇതൊക്കെ മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, പിന്നെ ഉപ്പുണ്ട്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ കുറച്ചും കുരുമുളക് പൊടി എരിവിന് കൂടുതലായിട്ടാണ് ഞാൻ ഇതിലെടുത്തത്. അതാണ് ഇതിലുള്ള ആകെ ഒരു ചേഞ്ച് ഉള്ളത്. ഈ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ ഒരു ജീരകക്കോഴിയൊക്കെ വെച്ച ആ ഒരു ഫ്ലേവറിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. മല്ലിയിട്ടാൽ അത് തന്നെ ആകും ചെയ്യും. പിന്നെ അത് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയും ആവശ്യത്തിന് വെള്ളം വെച്ച് നമ്മൾ അത് ഒരു 2-3 വിസിലാവുന്ന വരെ കുക്ക് ചെയ്തതിന് ശേഷം ഇതൊക്കെ അതൊന്ന് ഡ്രൈ ആവുന്ന വരെ കുക്കറിൽ വെച്ച് നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്താൽ എളുപ്പത്തിലൊരു കറി ആക്കിയെടുക്കാൻ കേട്ടോ.